13 Audi Q3 ആണ്. അതായത് പിന്നെ നല്ല അടിപൊളി ഒരു കോമ്പാക്ട് വണ്ടി അല്ലേ? അതെ 7,10,000 കൊടുക്കാം. ഏകദേശം ഫുള്ള് ലോൺ ഇട്ടുണ്ട്. പേപ്പർ ആയതാ ഓട്ടോമാറ്റിക് ആട്ടോ? വെറും 11,25,000 വിത്ത് NOC കൊടുക്കാം. NOC അപ്പൊ പേപ്പർ ആക്കാൻ എത്ര വരും? ഒരു ₹1.5 വരെ ടാക്സ് വരും. ഇത് വില എത്ര? 460 അല്ലേ? 460 നമ്പർ ആക്കി പുതിയ പേപ്പർ എടുത്ത് കൊടുക്കും. ഓക്കെ, ഒരു 2 ലക്ഷം രൂപയ്ക്ക് ലോണും കയറും കേട്ടോ? അതെ അതെ, 6 ലക്ഷം രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 6 ലക്ഷം രൂപയ്ക്ക് 6 ലക്ഷം ലോണും കിട്ടും. ഫുൾ ലോൺ കിട്ടും അല്ലേ? അതെ അതെ. ഈ വണ്ടി കേരളത്തിലേക്ക് നമ്പർ ആയ വണ്ടി 7,25,000 പുതിയ പേപ്പർ എടുത്ത് കൊടുക്കും. 7,25 സോറി 7,10 കൊടുക്കാം. 7,10 കൊടുക്കാം. വണ്ടി നമുക്ക് 2,75,000 കൊടുക്കാം. 2,75 അത് 2012 മോഡൽ. ഇത് നമുക്ക് 2,90,000 കൊടുക്കാം. 2,90 വണ്ടി കൊടുക്കാം. 3 ലക്ഷം ലോൺ കിട്ടും വണ്ടി. അടിപൊളി. അത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാഹനം നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ക്വാളിറ്റിയും വിലക്കുറവും അതുപോലെ തന്നെ കുറച്ച് റീവണ്ടികളൊക്കെയാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തരാൻ പറ്റുന്ന കുറച്ചധികം നല്ല അടിപൊളി വണ്ടികൾ ഇതാ ഈ നിരന്ന് കിടക്കുന്നുണ്ട്. നമ്മുടെ മലപ്പുറം ജില്ലയിൽ മൊറയൂർ സ്ഥിതി ചെയ്യുന്ന PMA കാസിലാണ് കേട്ടോ. PMA കാസിൽ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഏറ്റവും വില കുറച്ചിട്ടാണ് ഇവിടെയുള്ള വാഹനങ്ങൾ വിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് കേട്ടോ. പിന്നെ മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കൂടുതലും റീവണ്ടികളായതുകൊണ്ട് നിങ്ങൾക്ക് മാക്സിമം വില കുറച്ച് തരാനും പറ്റും. അത്യാവശ്യം നല്ല കണ്ടീഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ കണ്ടീഷൻ ഉണ്ട്. ബാക്കി നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുത്തോളൂ. ഏത് വണ്ടിയാണെങ്കിലും മാക്സിമം ചെക്ക് ചെയ്യണം. അപ്പോൾ എന്തായാലും പിന്നെ ഇത് ഇന്നോവയൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു അവസരം കളയണ്ട, നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ അൻവർക്കുണ്ട് കൂടെ, നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് ചോദിച്ചു നോക്കാം. ഇഷ്ടപ്പെട്ട മാക്സിമം ഒന്ന് ലൈക്ക്, അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടിക്കോട്ടെ. കൂടുതലൊന്നും പറയുന്നില്ല, നേരെ വീട്ടിലേക്ക് ഈ പറഞ്ഞ വണ്ടികൾ മൊത്തത്തിൽ ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമ്മുടെ PMA കാർസിൽ ഇപ്രാവശ്യം നിങ്ങൾക്ക് ഓഫറിൽ തരാൻ വേണ്ടി ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ എന്തായാലും അൻവർക്കാം മാക്സിമം വില കുറച്ച് കൊടുക്കുക. നിങ്ങൾ മാക്സിമം വില കുറച്ച് കൊടുക്കാം. വണ്ടിയുടെ അവസ്ഥ എന്താ? ഇത് നല്ല വണ്ടിയാണ്, കണ്ടീഷൻ വണ്ടിയാണ്, കുഴപ്പമൊന്നുമില്ല. ചെറിയ തട്ടുമുട്ടൊക്കെ ഉള്ള വണ്ടി നമ്മൾ ഉള്ളതെന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുക്കാം. അതെ, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുപോലെ പറയാം. ബാക്കി നിങ്ങൾ മാക്സിമം നോക്കിയിട്ട് മാത്രം എടുക്കാം. അവർക്ക് ഇഷ്ടമുള്ള വർഷാപ്പിൽ എവിടെ വെച്ചാൽ വണ്ടിയെ കൊണ്ടേ ചെക്ക് ചെയ്യാം. എന്ത് സൗകര്യം വേണമെങ്കിൽ കൊടുക്കാം. എന്ത് ചെയ്ത് കൊടുക്കാം. എന്തായാലും ആദ്യത്തെ വണ്ടി നല്ല അടിപൊളി ക്രിസ്റ്റ്യാൻ. ഇതേ മോഡൽ? ഇത് 16 മോഡൽ Z ഓട്ടോമാറ്റിക്. 16 Z ഓട്ടോമാറ്റിക് അല്ലേ? നിലവിൽ കേരളത്തിലേക്ക് നമ്പർ ആയ വണ്ടി 14 ലക്ഷം രൂപ നമ്മൾ ചോദിക്കുന്നത്. 14 ലക്ഷം, ഏകദേശം 14 ലക്ഷം രൂപ ലോൺ കിട്ടും. ഇതിൽ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്, ചെറിയ ബോണറ്റ് ഗ്ലാസ് ഒക്കെ റീപ്ലേസ് ഉണ്ട്. മേജർ ആയിട്ടൊന്നുമില്ല. കിലോമീറ്ററോ? വർക്ക്ഷോപ്പിൽ എവിടെ വെച്ചാൽ വണ്ടിയെ കൊണ്ടേ ചെക്ക് ചെയ്യാൻ. കിലോമീറ്റർ 160 അല്ലേ? നിങ്ങൾ മാക്സിമം നോക്കിയിട്ട് എടുത്താ കേട്ടോ. ഏത് വണ്ടിയാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വർഷാപ്പിൽ, നിങ്ങളുടെ വർഷാപ്പിൽ കൊണ്ടേ ചെക്ക് ചെയ്യാം. അത്രേ ഉള്ളൂ. ഇത് 2016 മോഡൽ G4 ഓട്ടോമാറ്റിക്. ചെറിയ പൈസക്ക് ഓട്ടോമാറ്റിക് കൃഷി വെച്ചിരിക്കുന്ന ആൾക്കാർക്ക് 16 G4 ഓട്ടോമാറ്റിക് ആട്ടോ. വെറും 11,25,000 വിത്ത് NOC കൊടുക്കാം. NOC അപ്പൊ പേപ്പർ ആക്കാൻ എത്ര വരും? ഒരു ₹1.5 വരെ ടാക്സ് വരും അല്ലേ? ഒരു 12.5-12.25 നമുക്ക് കേരള നമ്പർ ആക്കി കൊടുക്കും. 16 G4 ഓട്ടോമാറ്റിക് ആണ് ആലോചിക്കണം. അത് നിങ്ങൾക്ക് 11 ലക്ഷം രൂപയ്ക്ക് NOC 11,25 വിത്ത് NOC 12.5 കേരള നമ്പർ ആക്കി കൊടുക്കും. അടിപൊളി. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 2013 G4 ഇന്നോവ. 13 G4 അല്ലേ? നല്ല വൃത്തിയുണ്ടല്ലോ. വൃത്തിയുള്ള വണ്ടിയാണ്. കിലോമീറ്ററോ? ഇത് കിലോമീറ്റർ പുറത്തെ വണ്ടിയാണ്. ഇതിൽ 1.60-1.70 കാണിക്കാൻ ജെനുവിൻ ആണെന്ന് നമ്മൾ പറയുന്നില്ല. എന്തായാലും ബോഡി വൈസ് വണ്ടി നല്ല നീറ്റാണ്. എഞ്ചിൻ വൈസ് ഒക്കെ ആയിരിക്കുമല്ലോ അല്ലേ? അതെ അതെ. ഇത് കേരളത്തിൽ എവിടെ നമുക്ക് നമ്പർ ആക്കി കൊടുക്കാം. 6 ലക്ഷം രൂപ കൊടുക്കും. 6 ലക്ഷം രൂപയ്ക്ക് G4 ആണ്. 13 ആണ് കേട്ടോ. കേരളത്തിൽ എവിടെ നമ്പർ ആക്കി കൊടുക്കും. അതെ, ഇതാണെങ്കിലോ? ഇത് ഓൾറെഡി കേരള നമ്പർ ആയ വണ്ടിയാണ്. ഒരു പാർക്ക് ആൻഡ് സെയിൽ ഇട്ട വണ്ടികളാണ്. ഇവിടെ 90% പാർക്ക് ആൻഡ് സെയിൽ ആണ്. അതെ. ഇത് 2013 G4 ആണ്. 13 G4. ഇത് നമുക്ക് ഒരു 6,60,000 കൊടുക്കാം. 6,60 പേപ്പർ ആക്കിയതല്ലേ? പേപ്പർ ഓൾറെഡി നമ്പർ ആയ വണ്ടി. നല്ല നീറ്റാണ് വണ്ടി. ബോഡി വൈസ് ഒക്കെ നീറ്റാണ്. ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നീറ്റാണ്. 6,60. അതെ. കിലോമീറ്റർ ഒന്നും പറയാത്തതിന്റെ കാരണം നിങ്ങൾ ചെക്ക് ചെയ്ത് മാത്രം എടുത്താൽ മതി. ഇത് 2015 രജിസ്ട്രേഷൻ, 14 മോഡലാണ്. 14 മോഡൽ 15 രജിസ്ട്രേഷൻ. V ആണ്, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. V ആണ്. അതെ. 7,90,000 കൊടുക്കാം. എത്ര? 7,90,000. 7,90 14-15 വണ്ടി. ഇതും നിങ്ങൾ ചെക്ക് ചെയ്യുക, കിലോമീറ്റർ ഒക്കെ നോക്കിയിട്ട് എടുത്തോളാം. V ആണ്. ഈ പറഞ്ഞ ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി കേട്ടോ. അതെ. അതുപോലെ തന്നെ ഒരു വെസ്റ്റ് ബംഗാളിന്റെ 2010 പുതിയ പേപ്പർ എടുത്തിട്ട് നമ്പർ ആക്കിയിട്ട് 4,60,000 കൊടുക്കും. 2010 4,60. 4,60. അതെന്തെങ്കിലും പേപ്പർ എടുത്തിട്ട് പുതിയ നമ്പർ ആക്കിയിട്ട് പേപ്പർ എടുത്തിട്ട് കൊടുക്കും. പിന്നെ വേറെ കേസ് പറഞ്ഞാൽ വണ്ടീന്റെ ക്വാളിറ്റി അത്യാവശ്യം വണ്ടി നീറ്റാണ്. കിലോമീറ്റർ ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. G4 അല്ലേ? സോറി, V അല്ലേ? 10 V അല്ലേ? അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ. അതെ. പിന്നെ അപാധ ഒന്നുമില്ലല്ലോ, മേജർ ആയിട്ടുള്ളൊന്നുമില്ല. ഇത് വില എത്ര? 4,60 അല്ലേ? 4,60 നമ്പർ ആക്കി പുതിയ പേപ്പർ എടുത്ത് കൊടുക്കും. ഓക്കെ, ഒരു 2 ലക്ഷം രൂപ ലോണും കയറും കേട്ടോ. അതെ അതെ. ഇനി ഇതാണെങ്കിലോ? 2-3 കയറും അല്ലേ? ഇത് 2014 മോഡൽ G4. 14 G4 നമ്പർ ആയ വണ്ടിയാണ്. പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് 6 ലക്ഷം രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 6 ലക്ഷം രൂപയ്ക്ക് 6 ലക്ഷം ലോണും കിട്ടും. ഫുൾ ലോൺ കിട്ടും അല്ലേ? അതെ അതെ. ഓക്കെ, ഇത് അത്യാവശ്യം നല്ല നീറ്റാണ്. ബോഡി വൈസ് ഒക്കെ വേറെ അപാകതയൊന്നുമില്ല. പിന്നെ പലരും ചോദിക്കുന്ന, കഴിഞ്ഞ വീട്ടിലൊക്കെ ഒരുപാട് പേരുടെ കമന്റ് ഉണ്ട്, ഇതെന്തുകൊണ്ട് ഇത്ര റേറ്റ് പറയുന്നത്? റേറ്റ് 5ാമത്തെ ഓണർ ആയിട്ടുണ്ട്. ഓണർഷിപ്പ് 5 ആണ്. അത് വന്നാലും ഫുള്ള് ലോൺ കിട്ടും വേണ്ടി. ലോൺ കയറും അല്ലേ? അതായത് പിന്നെ ഉപയോഗിക്കാനൊക്കെ എടുക്കുന്നവർക്ക് എടുത്ത് ഉപയോഗിക്കാൻ കുഴപ്പമില്ല. പിന്നെ റേറ്റ് കുറവുള്ള നിങ്ങൾ വർക്ക്ഷോപ്പിൽ എവിടെയൊക്കെ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ഇപ്പൊ എല്ലാവരും പരാതി, അടുത്ത ഷോറൂമുകളിലൊക്കെ പരാതി കൊടുക്കണേ, നമ്മളിങ്ങനെ വില കുറച്ച് വണ്ടി കൊടുത്തിട്ട് അവർക്കൊന്നും കച്ചവടമില്ല, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ പറയും. സ്വാഭാവികമല്ലേ? അത് എല്ലാവരും ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ വർക്ക്ഷോപ്പിൽ എവിടെയൊക്കെ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. അത് മാത്രമല്ല, ഇതൊക്കെ ഇങ്ങനെയൊക്കെ എന്താ പറയാ, ഈ ഓണർഷിപ്പിന്റെ 90% വണ്ടികളും പാർക്ക് ആൻഡ് സെയിലാണ്. നമ്മളൊരു 5,000-10,000 എടുത്തിട്ട് കമ്മീഷൻ എടുത്തിട്ട് കമ്മീഷൻ കച്ചവടം ചെയ്ത് കൊടുക്കും.
അടിപൊളി. നമുക്ക് വലിയ ലാഭമൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ കൊടുക്കുകയാണ്. ശരി, 6 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ 14 മോഡൽ G4 എടുത്തുകൊണ്ട് പോകാം. അത്യാവശ്യം നല്ല ബ്ലാക്ക് കളർ ഒരു ഫോർച്യൂൺ ഉണ്ടല്ലോ, ഇത് ഏതാ മോഡൽ? ഇത് 2010 മോഡലാണ്. 10 ആണ് അല്ലേ? 2030 വരെ പേപ്പർ എടുക്കും. നിലവിൽ നമ്പർ ആയിട്ടില്ല. കേരളത്തിൽ എവിടെയും നമ്മൾ നമ്പർ ആക്കി കൊടുക്കും. അതായത് ടൈപ്പ് 2 കൺവേർട്ട് ചെയ്തു അല്ലേ? ടൈപ്പ് 2 കൺവേർട്ട് ചെയ്ത ബ്ലാക്ക് കളർ. മെയിൻ ഗ്ലാസ് മാത്രം ഒരു പൊട്ടുണ്ടല്ലോ. അതെ, മെയിൻ ഗ്ലാസ് നമ്മൾ മാറ്റി കൊടുക്കും. 2010 മോഡലാണ്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. ഇത് പിന്നെ കിലോമീറ്റർ ഒക്കെ എത്ര? കിലോമീറ്റർ 1.5 ചില്ലറയാണ് ഇതിൽ കാണിക്കുന്നത്. നമ്മൾ പറഞ്ഞില്ല, ചെക്ക് ചെയ്ത് എടുത്തോളൂ. നമുക്ക് എന്താ വില? ഇത് നമുക്ക് 7,65,000 നമ്പർ ആക്കി പുതിയ പേപ്പർ 7,65 നമ്പർ ആക്കി കൊടുക്കും. പുതിയ പേപ്പർ എടുത്ത് കൊടുക്കും. നമ്പർ ആക്കി കൊടുക്കും. അതെ അതെ, അടിപൊളി. 2010 മോഡൽ നിങ്ങൾക്ക് 7,65 നമ്പർ ആക്കി തരും. അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് ലേശം വിലക്കുറവുണ്ട്, കുറച്ച് ഓണർഷിപ്പ് കൂടുതലാണ്. മാക്സിമം ലോൺ കിട്ടും. 5 ഓണർ ആയിട്ടുണ്ട്. 2011 മോഡലാണ്. 4x4 മാനുവൽ ആണ്. ഈ വണ്ടി കേരളത്തിലേക്ക് നമ്പർ ആയ വണ്ടി 7,25,000 പുതിയ പേപ്പർ എടുത്ത് കൊടുക്കും. 7,25 സോറി 7,10 കൊടുക്കാം. 7,10 കൊടുക്കാം. അതും ഈ ഹെഡ്ലൈറ്റ് ഒക്കെ മാറി പോളിഷ് ചെയ്യാനേ ഉള്ളൂ. അതെ. പിന്നെ 4 വീല് മാനുവൽ 2011 മോഡൽ. 2031 വരെ പേപ്പർ കൊടുത്ത് കൊടുക്കും. 5 ഓണർ ആയിരുന്നുള്ള ഒറ്റ കേസ് വെച്ചാൽ വേറെ ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് 7,10 എടുത്തുകൊണ്ട് പോകാം. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഫോർച്യൂണർ ഉണ്ടല്ലോ. ഇത് 2017 മോഡൽ 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്, ഒരു റീപ്ലേസ്മെന്റ് ഇല്ല, കറക്റ്റ് സർവീസ് ഉള്ള സിംഗിൾ ഓണർ വണ്ടി. 17 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്. നിലവിൽ ഒരു മാസം 2 മാസം 3 മാസം ആണെങ്കിൽ ഈ വണ്ടിക്ക് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കാം. അതായത് ഇന്ത്യയിലൊക്കെ അത്രയും നീറ്റാണ്. എഞ്ചിന് ഗിയർ ബോക്സിനൊക്കെ നമ്മൾ 1,35,000 കിലോമീറ്റർ സർവീസ് റെക്കോർഡുള്ള സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ അല്ലേ? അതെ, അടിപൊളി. അപ്പോൾ ഇത് നമുക്ക് പിന്നെ പേപ്പർ ആക്കിയിട്ട് എത്ര രൂപ വരും? നമ്പർ ആക്കിയിട്ട് വിത്ത് കേരള എവിടെ നമ്മൾ നമ്പർ ആക്കി കൊടുക്കും? 24 ലക്ഷം രൂപ കൊടുക്കും. 24,50,000 രൂപ. 3,30,000 രൂപ ടാക്സ് അടക്കണം. നമ്മൾ അടക്കും. എത്ര? 3,30 ടാക്സ് അടക്കണം. അതിന് 3,30 ഒക്കെ വേണം. അതെ അതെ, അടിപൊളി. ഇപ്പൊ നമ്മൾ ഒരാഴ്ച മുമ്പ് ഒരു ഫോർച്യൂണർ നമ്പർ ആക്കിയാണ്. 3,30 അടച്ചാണ്. 3,30 ടാക്സ് അടച്ചിട്ട് നിങ്ങൾക്ക് 24,50,000 രൂപ. അതെ, അതിന് ടാക്സ് അടക്കാതാണെങ്കിൽ ആ റേറ്റ് കുറച്ച് കൊടുക്കും. ഏകദേശം ലോണും കയറില്ലേ? അതെ അതെ, ഒരു 21-21.25 നമുക്ക് NOC കൊടുക്കാം. ശരി, ഇതാണെങ്കിലോ 2013 മോഡൽ ഓൾറെഡി NOC ഇങ്ങോട്ട് എടുത്ത് കേരളത്തിലേക്ക് നമ്പർ ആയ വണ്ടിയാണ്. 13 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്. 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് ആണ്. അതിന്റെ ഹെഡ്ലൈറ്റിന് നല്ലൊരു പൈസ വരും. 35,000 40,000 ഹെഡ്ലൈറ്റിന് വരും. ഗ്രില്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏകദേശം 1.5-2 ലക്ഷം രൂപയുടെ ഫിറ്റിംഗ്സ് ഉള്ള വണ്ടിയാണ്. നല്ല ബോഡി ക്വാളിറ്റി വണ്ടി, അത്യാവശ്യം നല്ല നീറ്റാണ്. അപാകതകൾ ഒന്നും തന്നെ പറയാനില്ലാന്ന് എനിക്ക് തോന്നുന്നു. വേറെ മേജർ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഫ്രെയിം ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. എന്താ വില? ഇത് നമുക്ക് വില ഒരു 11,70,50,000 വിത്ത് കേരള നമ്പർ കൊടുക്കാം. 11,75 വിത്ത് കേരള നമ്പർ. അതായത് കേരളത്തിലേക്ക് എവിടേക്ക് വേണമെങ്കിലും പേപ്പർ ആക്കി ഓൾറെഡി നമ്പർ ആയ വണ്ടിയാണ്. മലപ്പുറത്ത് നമ്പർ ആയതാണ്. 11,70,000 രൂപ നിങ്ങൾക്ക് എടുക്കാം. അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് നല്ല അടിപൊളി ഒരു സ്വിഫ്റ്റ് കിടപ്പുണ്ട്. ഇതിപ്പോ ഏതാ മോഡൽ? ഇത് 2012 മോഡൽ. ഇത് 12 വണ്ടിയാ? 12 മോഡൽ. നല്ല വൃത്തിയുണ്ടല്ലോ അല്ലേ? നല്ല നീറ്റ് വണ്ടി കേട്ടോ. 12 മോഡലാണ്. ഡീസലാണോ? ഡീസൽ VDI ആണല്ലേ? ടയർ ഭാഗങ്ങളൊന്നും മോശമില്ല. ഏകദേശം ഒരു 70-70% ടയറുണ്ട്. ബോഡി വൈസ് ഒന്നും കുഴപ്പമില്ലല്ലോ. ഇല്ല, നല്ല വണ്ടി. 12 അപേക്ഷിച്ച് നല്ല നീറ്റ് വണ്ടി അല്ലേ? ഇതൊക്കെ ഈ ഓൺഷിപ്പ് ഒക്കെ എത്ര ഉണ്ടാവും? ഇത് തേർഡ് ഓണർ. ഇപ്പൊ നമുക്ക് ലോൺ കയറുമോ? ലോൺ കയറും. 2-2.25 ലോൺ കയറും. നമുക്ക് വണ്ടിക്ക് എന്താ വില വരുന്നത്? വണ്ടി നമുക്ക് 2,70,50,000 കൊടുക്കാം. 2,75. അത് 2012 മോഡൽ നല്ല നീറ്റ് വണ്ടി കേട്ടോ. അതുപോലെ തന്നെ ഇത് പഴയ ഷേപ്പ് ആണെങ്കിലോ? ഇത് 2011 VDI ഡിസയർ സെക്കൻഡ് ഓണർഷിപ്പ് 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 80,000 ഓടിയ മെയിൻ ഗ്ലാസ് അടക്കം ഒറിജിനൽ, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. മോഡൽ ഏതാ പറഞ്ഞത്? 2011. അതെ, ഓക്കെ. അതായത് ഈ ഷേപ്പിലെ ലാസ്റ്റ് വണ്ടി എന്ന് വേണേൽ പറയാം അല്ലേ? ഡിസയറാണ്. ഡീസലാണ്. കിലോമീറ്ററോ? ഇത് 80,000 കിലോമീറ്റർ. ജെനുവിൻ പറയാൻ പറ്റും? ജെനുവിൻ ആണെന്ന് തോന്നുന്നുണ്ട് വണ്ടി കണ്ടിട്ട്. ഇനി വേണമെങ്കിൽ സർവീസിൽ ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ? മാക്സിമം ചെക്ക് ചെയ്ത് മാത്രം എടുക്കാം കേട്ടോ. ഇത് നമുക്ക് എന്താ വില? ഇത് 2011-2031 വരെ പേപ്പർ എടുത്തിട്ട് 2,40,40,000 കൊടുക്കും. 2,40,000 പുതിയ പേപ്പർ എടുത്തു. പക്ഷെ വണ്ടി നോക്കിയോ നിങ്ങൾ, നല്ല നീറ്റാട്ടോ വണ്ടി. എന്താ പറയുക, ഗ്ലാസ് അടക്കം ഒറിജിനൽ ആണ്. ഒന്നും മാറാത്ത വണ്ടി ആട്ടോ. നല്ല ക്ലീൻ ആണ്. അതുപോലെ തന്നെ സണ്ണി ഉണ്ടല്ലോ. സണ്ണി 2016 ഏകദേശം 3 ലക്ഷം രൂപ ലോൺ ഇട്ട വണ്ടിയാണ്. അതായത് ഇത് റീ ആണ്. 24 കിലോമീറ്റർ മൈലേജ് കിട്ടും. എത്ര? 24 കിലോമീറ്റർ മൈലേജ്. അതും ഡീസലാണ്. ഈ ഒരു ഷേപ്പിലുള്ള വണ്ടി കംപ്ലീറ്റ് റീ കാണാറുള്ളൂ. അതെ. പിന്നെ 2017 പറഞ്ഞേ 16 കിലോമീറ്റർ ഒന്നും പറയേണ്ട കാര്യമില്ല. കിലോമീറ്റർ 1.30 ആണ് ഇതിൽ കാണിക്കണേ. ജെനുവിനാണെന്ന് തോന്നുന്നുണ്ട്. വണ്ടി വർക്കിംഗ് കണ്ടിന്യൂ ചെക്ക് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസ് മാത്രം, വേറെ റീപ്ലേസ്. ശരി, എന്താ വില? ഇത് നമുക്ക് 2,90,000 കൊടുക്കാം. 2,90,000 വണ്ടി കൊടുക്കാം. 3 ലക്ഷം ലോൺ ഇട്ട് വണ്ടി. അടിപൊളി. അത് 16 മോഡലാണ്. എടുത്തിട്ട് ഒരു അലവിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഷേപ്പ് ഒക്കെ ചെയ്ത് പോളിഷ് ചെയ്ത് അടിപൊളി അല്ലേ? ഉഷാറാവും. ഓക്കെ, 2,90,000 നിങ്ങൾക്ക് എടുക്കാം. 3 ലക്ഷം ലോൺ കിട്ടും. അതുപോലെ തന്നെ ഈ SX4 ഇത് 2011 മോഡല് VDI ഡീസൽ SX4. പിന്നെ പുതിയ പേപ്പറൊക്കെ എടുത്തിട്ട് നമുക്ക് 1,90,000 കൊടുക്കാം. വെറും 1,90,000. അതായത് ഒരു മാരുതിയുടെ പൈസക്ക് ഇത്രയല്ല. പുതിയ പേപ്പർ എടുത്തിട്ട് കൊടുക്കാം. ആൾട്ടോന്റെ പൈസക്ക് ഇത്രയും വലിയ വണ്ടി അല്ലേ? അതെ അതെ. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു 18-20 ഒക്കെ അടുത്ത് മൈലേജ് കിട്ടും. ഇത് കോട്ടറേറ്റ് ആണോ വരുന്നത് എഞ്ചിൻ? ആയിരിക്കും. സ്വിഫ്റ്റിന്റെ ഒക്കെ ഏകദേശം സെയിം എഞ്ചിൻ ആണ്. അത് മാത്രമല്ല ടയറൊക്കെ അത്യാവശ്യം നല്ല പുതിയ ടയർ ആട്ടോ. പിന്നെ അടുത്തത് ഇത് 2014 മോഡല്. 14 മോഡല് ഫിയസ്റ്റ.
ഇത് നമ്മൾ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന രണ്ടും പോയില്ലേ? ഒരു വണ്ടി പോയി, മറ്റേ വണ്ടിയാണ് 2014 ഒരു ആവറേജ് കണ്ടീഷൻ, നല്ല കണ്ടീഷൻ നമ്മൾ പറയണില്ല. ആവറേജ് കണ്ടീഷൻ നമുക്ക് 90,000 രൂപ കൊടുക്കാം. വേറൊരു കേസ് പറഞ്ഞുതരാം കേട്ടോ. ഇനി ഇന്റീരിയർ നിങ്ങൾ നോക്കിക്കോ, നല്ല നീറ്റ് ഇന്റീരിയർ, അടിപൊളി സ്റ്റീരിയോ ഒക്കെ കൊടുക്കണം 10-15,000 രൂപ. അതെ അതെ അതെ. ഓക്കെ, അപ്പോൾ എന്തായാലും 90,000 രൂപയ്ക്ക് 90,000 രൂപ കൊടുക്കും. ഈ ഫ്രണ്ടിൽ 2 ഹെഡ്ലൈറ്റ് ഒക്കെ നിങ്ങൾക്ക് വല്ല യൂസ് ഒക്കെ വാങ്ങിച്ചു വെക്കാണെങ്കിൽ വണ്ടി നല്ല നീറ്റായി. ഇത് എഞ്ചിൻ ഭാഗമൊക്കെ പക്കയാണോ? കുഴപ്പമില്ല, ആവറേജ്, ഫുൾ കണ്ടീഷൻ നമ്മൾ പറയണില്ല. ശരി. അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഐറ്റം, ഇത് 2012 ഐറ്റം സ്പോർട്സ് ഓട്ടോമാറ്റിക് CVT CNG ഉള്ള വണ്ടി. CNG ഉണ്ട്. അതെ, അടിപൊളി. അപ്പോൾ CVT CNG എന്ന് പറയുമ്പോൾ 20 മൈലേജ് കിട്ടൂലേ? മൈലേജ് കിട്ടും. ഇത് നമുക്ക് 2 ലക്ഷം രൂപ കൊടുക്കാം. 2 ലക്ഷം രൂപ. അതെ. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഹെഡ്ലൈറ്റ് ഒക്കെ നിങ്ങൾ പോളിഷ് ചെയ്ത് കൊടുക്കുമോ? ഒന്ന് വൃത്തിയാക്കി കൊടുക്കുകയാണെങ്കിൽ. ഓക്കെ, 2 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് 2011 മോഡൽ, അതും ഓട്ടോമാറ്റിക് ആലോചിക്കണം. അതുപോലെ തന്നെ ഇതാണ് ടെറാനോ 2015 മോഡൽ, സെക്കൻഡ് ഓണർ. 15 ടെറാനോ അല്ലേ? 85 ആണ്. അതെ. പിന്നെ എന്തെങ്കിലും മേജർ പ്രശ്നങ്ങളുണ്ടോ? ഒരു റീപ്ലേസും കാര്യങ്ങളും തട്ടുമുട്ടൊന്നുമില്ല, ഒറിജിനൽ കേരളയാണ്. ബാക്കിൽ 2 പുതിയ ടയർ ഉണ്ട്. അതെ, നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഇൻഷുറൻസ് ഒക്കെ ടൈം ഉണ്ട്. മാക്സിമം ഒരു 4 ലക്ഷം വരെ ലോണും കിട്ടും. ശരി, നമുക്ക് എന്താ വില? എന്താ? 4.35 ആയിരിക്കും. 4.35. 2015 ആലോചിക്കണം, നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി. അടുത്തത് ഇൻവേർട്ടർ അല്ലേ? ഇത് 2010 2030 വരെ പേപ്പറുള്ള വണ്ടിയാണ്. ഈ ടയറിന് അത്യാവശ്യം ഒരു 10. ഇത് എന്താണ് പവർ സ്റ്റാറിംഗും AC നമ്മൾ എക്സ്ട്രാ കയറ്റിയിട്ടുണ്ട്. രണ്ടും കയറ്റിയിട്ടുണ്ട്. ഇത് 4 വീലറല്ല, 2 വീലാണ്. ഈ അലൈവീലും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്താണ്. ഏകദേശം ഒരു 10-15,000 രൂപ എക്സ്ട്രാ ഫിറ്റിംഗ്സ് കയറ്റിയാണ്. ഉറപ്പായിട്ടുണ്ടാവും. ആ വീലിന് നല്ല പൈസ ഉണ്ട്. അതായത് 2010 മോഡലാണ്. ഈ സാധനം തപ്പിയെടുക്കാൻ ഒരുപാട് അധികം ആൾക്കാരുണ്ട് കേട്ടോ. ഇത് 390 എടുക്കാം നമുക്ക്. 3,90,000 രൂപ. അതെ, പുതിയ പേപ്പറൊക്കെ എടുത്ത വണ്ടിയാണ്. 5 വർഷത്തെ പേപ്പറോട് കൂടിയിട്ട് 3,90,000. വേറെ നെഗോഷ്യബിൾ ആവില്ല, എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ പഴയ മോഡലാണ്. ഒന്ന് 2006 G4, ഒന്ന് 2006 V ആണ്. 2,60,000 കൊടുക്കാം. 2,60,000 രൂപയ്ക്ക് 2 വണ്ടി ഉണ്ട് ഇവിടെ. 2 വണ്ടിയും കൂടി 2,60,000 അല്ല, ഒരു വണ്ടി 2,60,000. അതായത് 2006 മോഡൽ അല്ലേ? അതെ. ഓക്കെ, പേപ്പറൊക്കെ ഉണ്ടോ? പേപ്പറൊക്കെ 2028 ഉണ്ട്. പേപ്പർ ഉണ്ട്. അടുത്തത് അതായത് നമ്മുടെ ഒരു അൾട്ടോന്റെ 2006 മോഡൽ BMW. 2006 ആണ്. ഒരു ആവറേജ് കണ്ടീഷൻ. പുതിയ പേപ്പർ വേണമെങ്കിൽ നമ്മൾ എടുത്തു കൊടുക്കും. അതിനൊരു 20,000 എക്സ്ട്രാ ചെലവ് വരും. ശരി. ഫിക്സഡ് പ്രൈസ് ആണ് 2,60,000 കൊടുക്കും. 260,000 2006 വണ്ടി അല്ലേ? 6 മോഡൽ BMW 520 ഡീസൽ. 520 ആണ്. അടിപൊളി. 520 അല്ല, 530 ആണ് കേട്ടോ. 520 ആണ്. ഓക്കെ, 2006 വണ്ടിയാണെങ്കിലും BM തന്നെയല്ലേ? ഇതൊരു വീട്ടിൽ കൊണ്ട് പാർക്ക് ചെയ്തിടാനൊക്കെ പറ്റുക. സൺറൂഫ് കാര്യങ്ങളൊക്കെ റെഡിയാണ്. എവിടെയും കൊണ്ട് നിർത്തിയിടാൻ പറ്റും. നിർത്തിയിടാം, കാണിക്കാല്ലേ? ഒന്ന് അങ്ങാടിക്കൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ആവശ്യത്തിനൊക്കെ ഇറങ്ങാം. കുറച്ചൊന്ന് ചില്ലറ പണികൾ ഒരു 10-30,000 രൂപ പണി എടുത്താൽ നല്ല ഉഷാറായിട്ട് കൊണ്ടെടുക്കും ചെയ്യും. ഒന്ന് പോളിഷ് ഒക്കെ ചെയ്ത് ഒന്ന് ക്ലീൻ ആക്കിയാലൊക്കെ നല്ല വൃത്തിയാവും വണ്ടി. അപാകത ഉണ്ടോ വണ്ടിക്ക്? അപാകത മേജർ ആയിട്ടുള്ളൊന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്, അത്രേ ഉള്ളൂ അല്ലേ? വേറെ മേജർ ആയിട്ടുള്ളത് ചില്ലറ വർക്കുകളൊക്കെ മെക്കാനിക്കൽ അവിടെ ഇവിടെ എന്തായാലും ഉണ്ടാവും അല്ലേ? അതുപോലെ തന്നെ അതേമാതിരി തന്നെ 260 2009 പുതിയ പേപ്പർ എടുത്ത് 2029 പേപ്പർ എടുത്ത C ക്ലാസ് പെട്രോൾ അല്ലേ? കേരളത്തിലേക്ക് നമ്പർ ആയ വണ്ടി. നമ്പർ ആയതാണ്. ഇതും 2009 മോഡലാണ്. നല്ല അലേവില് ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പേപ്പർ പേപ്പറൊക്കെ എടുത്ത വണ്ടിയാണ്. ഇത് നമുക്ക് 260 കൊടുക്കാം. ചില്ലറ പണികൾ മെക്കാനിക്കൽ അതൊക്കെ എടുക്കാണ്ട്. ഒന്നാലും ആലോചിച്ച് ഒരു ബെൻസും BM അല്ലേ 260. അതെ. ഇത് മെക്കാനിക്കൽ എന്താണ് പണി എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ വിളിക്കലുണ്ട്. അതെന്താ നോക്കിയിട്ട് ചെയ്തോളൂ. അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ ഇതാണെങ്കിലും 2011 CVT ഗിയർ ബോക്സിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്ന അടിപൊളി വണ്ടിയാണ്. അതായത് 2011 മോഡലാണ്. 11 പുഷ് ബട്ടൺ വരുന്ന VL ഏറ്റവും ടോപ്പിന്റെ ഓട്ടോമാറ്റിക്. ഡീസലാ? പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക്. ശരിയാ, പെട്രോൾ ഉള്ളൂ. പിന്നെ CNG ഇല്ലല്ലോ? CNG ഇല്ല. CNG വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. 50,000 രൂപ കൊടുത്ത CNG ആഡ് ചെയ്ത് ഒരു 20 കിലോമീറ്റർ മൈലേജും കിട്ടും. അതാണ് ഇപ്പൊ അത്യാവശ്യം പ്യുവർ പെട്രോൾ ആണ് വണ്ടി. നല്ല നീറ്റ് വണ്ടി അല്ലേ? നല്ല നീറ്റാണ്. പുതിയ പേപ്പറൊക്കെ എടുത്തിട്ട് നമുക്ക് ഒരു 3,40,000 കൊടുക്കാം വണ്ടി. 11 വണ്ടി, 11 ഓട്ടോമാറ്റിക് വണ്ടി. 340 കേരളത്തിലേക്ക് നമ്പർ ആക്കി കൊടുക്കും. 2031 പേപ്പർ എടുത്ത് കൊടുക്കും. 340 കൊടുക്കും. അടിപൊളി. അതുപോലെ തന്നെ ഈ SUV ഇത് 2011-12 രജിസ്ട്രേഷൻ വണ്ടിയാണ്. 11 ഫസ്റ്റ് വണ്ടി അല്ലേ? ഫസ്റ്റ് വണ്ടി ഒറിജിനൽ കേരളയാണ്. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. മെയിൻ ഗ്ലാസിന് ചെറിയ പൊട്ടുണ്ട്, അത് നമ്മൾ മാറ്റി കൊടുക്കും. മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഇല്ലാത്ത വണ്ടിയാണ്, ഒറിജിനൽ ഗ്ലാസ് ആണ്. അപ്പൊ ഇവര് വരുമ്പോ കാണിച്ചിട്ട് മാറിയാൽ ഇവിടെ ചെറിയ മിറർമ പിടിച്ചപ്പം പൊട്ടിയതാണ്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും. ഇതിന്റെ ഇന്റീരിയർ നിങ്ങൾ കണ്ടേ പറ്റൂ. കാരണം ഈ 11-12 വണ്ടിയിൽ ഇത്രയും നീറ്റ് ഇന്റീരിയർ ആദ്യമായിട്ട് കാണുക. അത്രയും ക്ലീൻ ആട്ടോ, നല്ല വൃത്തിയുള്ള വണ്ടി. പിന്നെ അപാകത ഒന്നും ഇല്ലല്ലോ? വേറെ അപാകത ഒന്നുമില്ല. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഉണ്ടാവില്ലല്ലോ? ഇല്ല, മേജർ ആയിട്ടുള്ളൊന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. കിലോമീറ്റർ 160 സംതിങ് ഓടി. നമുക്ക് എത്ര വില പറഞ്ഞാൽ? ഇത് 3,65,000 കൊടുക്കാം. 3,65. അത് നെഗോഷ്യബിൾ ആവുമോ? ആ, ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം അല്ലേ? 3,65,000 രൂപയ്ക്ക് നല്ല അത്യാവശ്യം വൃത്തിയുള്ള ഒരു XUV എടുത്തുകൊണ്ട് പോകാം. അതും നിങ്ങൾക്ക് മാക്സിമം ലോൺ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം അല്ലേ? അപ്പോൾ നമ്മുടെ PMA Cars ഒരു എപ്പിസോഡ് അവസാന ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ നല്ല അടിപൊളി ഒരു അക്കോർഡ് അല്ലേ? ഇത് 2010 മോഡലാണ്. 10 2030 വരെ പേപ്പർ എടുത്തിട്ട് നമുക്ക് 3,20,000 രൂപ കൊടുക്കും. 2010 ഓട്ടോമാറ്റിക് അല്ലേ ഇത്? കേരളത്തിലേക്ക് നമ്പർ ഓട്ടോമാറ്റിക് CVT അല്ലേ?
നമ്പർ ആക്കിയിട്ടുള്ള വിലയല്ലേ പറഞ്ഞത്? 3,20,000 3,20,000 രൂപയ്ക്ക് കേരളത്തിലേക്ക് നമ്പർ ആക്കി തരും. മേജർ ആക്സിഡന്റില്ല, റീപ്ലേസ്മെന്റില്ല. അത് അടുത്തത് TUV അല്ലേ? ഇത് 2016 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. 16 സിംഗിൾ ഓണർ. T8 അന്നത്തെ ഫുൾ ഓപ്ഷൻ. നല്ല നീറ്റ് വണ്ടി കേട്ടോ. നീറ്റ് വണ്ടി, സിംഗിൾ ഓണർ വണ്ടി. അതെ അതെ അതെ. എന്തെങ്കിലും മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കണ്ടീഷൻ വണ്ടിയാണ്. കിലോമീറ്റർ 1 സംതിങ് ഓടിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ മാക്സിമം ചെക്ക് ചെയ്തിട്ട് നോക്കി എടുക്കാം. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. മെക്കാനിക് ഒക്കെ ഫിറ്റ് ആണ്. എവിടെ കൊണ്ടുപോയിട്ടും ചെക്ക് ചെയ്യാം. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 4,25,000 എടുക്കാം. 4,25,000 ഏകദേശം 4-4.5 ലക്ഷം ലോണും കിട്ടും. അടിപൊളി. 4,20,000 16 ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ. T8. അതായത് ഇതാണെങ്കിലോ? ഇത് 2018 മോഡൽ സിംഗിൾ ഓണർ തന്നെയാണ്. 1 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 18 1 ലക്ഷം ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് ചെറിയ പൊട്ടുണ്ട്, അത് നമ്മൾ മാറ്റി കൊടുക്കും. ഈ വണ്ടിക്ക് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് പിന്നെ 4,70,000 രൂപ. 4,70,000. അത് 18 ആയതുകൊണ്ട് അല്ലേ? 18 മോഡൽ. ഓക്കെ. 4,70,000 നിങ്ങൾക്ക് ഫുൾ ലോൺ കിട്ടും. ഫുൾ ഓണിൽ 4,70,000 നിങ്ങൾക്ക് TUV എടുത്തോണ്ടാവും. 18 മോഡലാണ്. അപ്പം ഈ എപ്പിസോഡിൽ ലാസ്റ്റ് വണ്ടി അല്ലേ? ഇത് 2013 മോഡൽ Q3 ഓടി Q3 ഓട്ടോമാറ്റിക് പനോരമിക് സൺറൂഫ് ഉള്ള വണ്ടി. 13 ഓടി Q3 ആണ്. അതായത് പിന്നെ നല്ല അടിപൊളി ഒരു കോമ്പാക്ട് വണ്ടി അല്ലേ? അതെ. 7,10,000 കൊടുക്കുക. ഏകദേശം ഫുൾ ലോൺ ഇട്ടുണ്ട്. പേപ്പർ ആയതാ? നമ്പർ ആയ വണ്ടി സെക്കൻഡ് ഓണർ. അതായത് നമ്പർ ആയ വണ്ടിക്കാണ് നിങ്ങൾക്ക് 7,10,000 കൊടുക്കുക. 7,10,000 ഇതാ ഈ Q3 തരുന്നത്. പിന്നെ നല്ല ക്ലീൻ അല്ല വണ്ടി. റണ്ണിങ് കണ്ടീഷനുള്ള കണ്ടീഷൻ വണ്ടിയാണ്. മേജർ ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും. ഓക്കെ. അപ്പോൾ ഇത് വേണേൽ നിങ്ങൾ നോക്കിയോ. 7,10 നിങ്ങൾക്ക് എന്തായാലും ഇവിടെ അല്ലാണ്ട് വേറെ എവിടെയും കിട്ടൂല അല്ലേ? അതെ. നല്ല വൃത്തിയുള്ള വണ്ടി. എവിടെ അന്വേഷിച്ചിട്ട് വന്നാൽ മതി. അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ PMA കാർസിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളാണ് നിങ്ങൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത്. എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ മുറയൂർ അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾ വരിക. നമ്മൾ ഓൾറെഡി നിങ്ങൾ പറഞ്ഞപ്പോൾ ചെറിയ പ്രശ്നങ്ങളുള്ള വണ്ടികളുടെ ഓൾറെഡി ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് ബാക്കി നിങ്ങൾ വരിക. മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് അതിൻ്റെ പേരൊക്കെ നമ്പർ വെച്ചിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഏത് വണ്ടി വേണമെങ്കിലും വിളിച്ചോളൂ. ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യണം. അടുത്തൊരു കിടിലൻ വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.